തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ KC വേണുഗോപാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരിക്കുന്നു. അതിലേക്ക് സുദർശൻ റെഡ്ഡി ജി. Opposition, I think this candidate we will show the miracles. യെസ്, KC വേണുഗോപാലിന്റെ പ്രതികരണമാണ് കണ്ടത്. അല്പസമയം മുൻപായിരുന്നു ഇന്ത്യ സഖ്യ നേതാക്കളുടെ വാർത്താ സമ്മേളനം. അതിൽ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അവിടെ നിന്ന് സജു തോമസ് കൂടി വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നു. സജു, ഏകകണ്ഠമായിരുന്നു പ്രഖ്യാപനം, തീരുമാനം തുടങ്ങിയ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഇതിന് കൂട്ടായുള്ള തീരുമാനമാണ്. പ്രത്യേകിച്ച് RSSകാരനായുള്ള ഒരു ഉപരാഷ്ട്രപതിയെ NDA നിർത്തിയപ്പോൾ അതിനെ ജനപക്ഷത്തുള്ള അല്ലെങ്കിൽ ജനപക്ഷത്തു നിന്നുകൊണ്ട് ജനകീയ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നീതിന്യായം നടപ്പാക്കുന്ന ഒരാളെയാണ് ഇന്ത്യ മുന്നണി ഇവിടെ ഇപ്പോൾ രംഗത്തിറക്കിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ച MPമാരടക്കം പറഞ്ഞിരിക്കുന്നത്. കൂട്ടായുള്ള തീരുമാനമാണ്, ആരുടെയും എതിർപ്പുണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നെന്നും അതുകൊണ്ട് തന്നെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഒരു നേതാവിനെ തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രാപ്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഇന്ത്യ മുന്നണി രംഗത്തിറക്കിയിരിക്കുന്നത്. അത് ആരുടെയും എതിർപ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നും തന്നെ ഇല്ല എന്നും എല്ലാവരുടെയും ഐക്യകണ്ഠേനയുള്ള ഒരു തീരുമാനമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് വന്നിരിക്കുന്നത്. V. സുദർശൻ റെഡ്ഡിയാണ് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. അതായത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക 21-നാണ് സമർപ്പിക്കുക. നാളെ എന്തായാലും ഇന്ത്യ സഖ്യത്തിലെ MPമാരുടെ യോഗം പാർലമെന്റ് സെൻട്രൽ ഹാളിൽ വിളിക്കുന്നുണ്ട്. അതായത് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്, ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി പത്രങ്ങളടക്കമുള്ള MPമാർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നാളെ ഉച്ചയ്ക്ക് പാർലമെന്റ് സെൻട്രൽ ഹാളിൽ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് യോഗം വിളിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ അതിൽ കൂടുതൽ പ്രഖ്യാപനങ്ങളടക്കമുള്ള ഉണ്ടാവുക. പ്രത്യേകിച്ച് ഇനി മുൻപോട്ടുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാകും എന്നുള്ള കാര്യങ്ങളടക്കമുള്ള ചർച്ചകൾ നാളത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി സജു, ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബി കൂടെ പ്രതികരിക്കുന്നു. അതിലേക്ക് reflected in the selection of this eminent Justice Sudarshan Reddy. You can check for his judgments and all that. So this is a very important decision. There's a broad opposition unity has developed as part of this candidature, and the characteristic of this candidate upholds the constitutional values for which ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് അല്പസമയം മുൻപ് നടന്നത്. ആന്ധ്രാപ്രദേശ് സ്വദേശി സുദർശൻ റെഡ്ഡിയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി എന്നുള്ള വിവരമാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യ നേതാക്കളുടെ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്.